ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ലോങ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പോർ മിനിമൈസിങ് സെറം ആണ്. ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്പിൽ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കുന്ന ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോട്ടസിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. അതിലൊന്നും ഇല്ല, എന്നാലും ഇന്നത്തെ ഷൂട്ട് നമുക്ക് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് തേക്കുന്നുണ്ട്. പിന്നെ ഒരു ബേബി ഹെയർസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെഡ് ബാൻഡ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രൈമർ ഇടാം. ഇൻസൈഡിന്റെ പ്രൈമറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ ഒരു കൺസീലർ യൂസ് ആക്കാം. അത്യാവശ്യം കൺസീലർ ചെയ്യേണ്ട പോർഷനിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് നനച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്ന് ഒലിച്ചു പോകുമെന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ആ റൂമിൽ നമ്മൾ AC ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ബാലൻസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് സ്കാനറയുടെ കോമ്പാക്ട് പൗഡർ എടുക്കുന്നുണ്ട്. അത് ഫേസിൽ ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലി സോൺ വരുന്നിടത്തൊക്കെ അത്യാവശ്യം പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഓയിലി ആയതുകൊണ്ട് തന്നെ കണ്ണെഴുതിയതൊക്കെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പടർന്നു പോകും. അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്യുന്നുണ്ട്. കോണ്ടോറും ഹൈലൈറ്റും വരുന്ന ഒരു സ്റ്റിക്ക്, 2-in-1 സ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ചിന്നിലും പിന്നെ കവളിന്റെ 2 സൈഡിലും മൂക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മൂക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോണ്ടോറിങ് പരിപാടികൾ കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യണം. അപ്പൊ ഒരു ഐബ്രോ പാലറ്റാണ് എടുത്തേക്കുന്നത്. ഒരു കണ്ണാടി ഉണ്ട്, അത് നോക്കി ഞാൻ ചെയ്യുന്നത്. വേറെ ടൈം ഇല്ലായിരുന്നു. ഫോണിൽ നോക്കി കണ്ണെഴുതിയാൽ കൊളാവുന്നുള്ളതുകൊണ്ട് ഞാൻ നേരെ കണ്ണാടി നോക്കി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനു മുന്നേ ഐഷാഡോ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ കണ്ണെഴുതുന്നതിന് മുന്നേ ഞാൻ ഐഷാഡോയിലോട്ട് പോയി ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഞാനൊരു പൊട്ട് തൊട്ടു. ഒരു ബ്ലാക്ക് പൊട്ടാണ് തൊട്ടത്. പിന്നെ ലിപ് ലൈൻ ചെയ്തു. നല്ല ഷേപ്പ് ഉള്ളത് കൊണ്ട് ലിപ് ലൈൻ ഒക്കെ ചെയ്തിട്ടേ പറ്റുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു. പക്ഷെ കണ്ണെഴുതിയ ജസ്റ്റ് ഒന്ന് പടർന്നായിരുന്നു. ലാസ്റ്റ് ലുക്ക് ഇതാണ് വരുന്നത്. ഞാൻ ഈ കമ്മലാണ് യൂസ് ചെയ്യുന്നത്. മുടി ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ഒരു പോണിറ്റെയിൽ കെട്ടിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രിഞ്ചസ് സെറ്റ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഈ 2 ഓത്തറൈസ്ഡ് ബാംഗിൾസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മാല ഞാൻ മീഷോന്ന് വാങ്ങിച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ ഷോളും കുത്തി ഈ ഒരു ഫുഡ് വെയറും ഇട്ട് എന്റെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയി. ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതായിരുന്നു എന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ